ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഒരു ചിക്കൻ റോസ്റ്റ് ആയാലോ? കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതേ രുചിയിൽ അതേ കളറിലൊക്കെ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കൊരു 3 സവോള സ്ലൈസ് ചെയ്തെടുക്കണം. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇത്രയും 2 തക്കാളി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. കറിവേപ്പില ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാല, ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പെരിഞ്ജീരകം മുഴുവനും കൂടിയത് കേട്ടോ. ഇപ്പം ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. കാറ്ററിങ്ങിലൊക്കെ ഓയിലാണ് ഉണ്ടാക്കാറെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അത് സമയം കൊണ്ട് നമുക്ക് ചിക്കനും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാഷ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, ഈ സമയം കൊണ്ട് അരച്ചെടുക്കാനായിട്ട്. പിന്നെ എന്താ, ഒരു 1/2 കിലോ ചിക്കനിലേക്ക് കുറച്ച് ലൈമ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഡീപ് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് ബോൺ മാത്രമായിട്ട് കിട്ടും. നല്ല മാംസത്തോടു കൂടി നമുക്ക് ചിക്കൻ്റെ പീസസ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അധികം അങ്ങനെ മൊരിയിച്ചെടുക്കരുത്. അതുപോലെ തന്നെ കുറേ മസാലപ്പൊടിയൊന്നും വറക്കുമ്പോൾ ചേർക്കാനും പാടില്ല കേട്ടോ. കല്യാണ വീടുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഡീപ് ഫ്രൈ ആവരുത്. പിന്നെ കുറച്ച് വലിയ പീസ് വേണം കേട്ടോ നമുക്കിങ്ങനെ ഉണ്ടാക്കാനായിട്ട്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടാറ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ടിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അത് ഇത്തിരി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ, ടൊമാറ്റോ സോസ്. പിന്നെ നമ്മളൊരു 8-9 കാഷ്യൂ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ഗ്രേവിക്കായിട്ട് തിളച്ച വെള്ളമാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇതാണ് ചെറിയ നമുക്ക് കല്യാണ വീടുകളിലൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിൽ ഞാൻ ചേർക്കാത്തൊരു ഇതെന്ന് പറയുന്നത് മുന്തിരി നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കിയിട്ടും അതുപോലെ തന്നെ മുന്തിരി മുഴുവനോട് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് നമ്മൾ നീളത്തെ കട്ട് ചെയ്ത് വയ്ക്കാം. ചില റെസിപ്പികളിൽ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ ക്യാപ്സിക്കാണ് ചേർക്കാറ്. ഇതിലിപ്പോൾ നമുക്ക് ക്യാരറ്റാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കണ്ടോ, ചിക്കൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ചിക്കൻ ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് കുറവായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേവി നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് കാഷ്യൂൻ്റെ പേസ്റ്റൊക്കെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതതിലേക്ക് നീളത്തിലരിഞ്ഞ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച വെള്ളവും ഒക്കെ ഒന്ന് വറ്റി വരേണ്ട സമയത്ത് പിന്നെ ഞാൻ കാഷ്യൂൻ്റെ പേസ്റ്റ് അരച്ച മിക്സിയിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചാറായിട്ട് കുറുകി വരുമ്പോൾ ചിക്കൻ ചേർക്കുക. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കല്യാണ വീടുകളിലെ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സദ്യയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വന്ന് കണ്ടോ. അതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം, റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കുക. ഇന്നിപ്പോൾ ഞാൻ കല്ലപ്പമായിരുന്നു അതിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കല്ലപ്പത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്നത്. ഇത് പുലാവിൻ്റെ കൂടെയാണ് കേട്ടോ നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ ബട്ടർ നാൻ അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ കൂടെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലപ്പം കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കല്ലപ്പം വെള്ളപ്പത്തിൻ്റെ മാവിൽ കുറച്ച് ജീരകവും അതുപോലെ തന്നെ വെള്ളുള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ മാവ് അരയ്ക്കാറ്. അതുപോലെ തന്നെ തേങ്ങ വെള്ളം ഉപയോഗിക്കാറുണ്ട് ഇളനീരിൻ്റെ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ രുചികരമായിട്ടുള്ള കല്ലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.